നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗൾഫ് കത്തിച്ചുകൊണ്ട് ഇറാന്റെ തീക്കളി. ഇത് നാശത്തിന്, ടെഹ്റാന്റെ സർവനാശത്തിനെന്ന അമേരിക്കൻ മുന്നറിയിപ്പ്. പൂർണ്ണ യുദ്ധത്തിലേക്ക് ഞങ്ങളെ നിർബന്ധിതരാക്കരുത്. അത് ഭൂപടത്തിൽ നിന്ന് ഇറാനെ വെട്ടിമാറ്റുന്നതിലേക്ക് വഴിവെക്കും. കീഴടങ്ങുക, ആയുധം താഴെ വയ്ക്കുക, ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറുക. ഇറാൻ ഇത്രയും അംഗീകരിക്കുക, അനുസരിക്കുക, അല്ലെങ്കിൽ ഇറാൻ ഭൂമുഖത്ത് വേണ്ട എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഭാഗമാണ് ഇത്. എന്നാൽ ഇറാൻ ഇത് കേട്ട ഭാവം നടിക്കാതെ ഗൾഫിൽ തീ തുപ്പുന്നു. ഗൾഫ് മേഖലയിലെ എണ്ണ നിലയങ്ങൾ ഓരോന്നായി കത്തിയെരിയുമ്പോൾ ലോകത്തെ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് കണ്ണുനട്ട് അറബന്മാർ. നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യ മുൻകൈയെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രശ്നം ഞാൻ പരിഹരിക്കാമെന്ന് വാദിച്ച് തുർക്കി ഇടയ്ക്ക് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇറാൻ കാടടച്ച് വെടിവെക്കുന്നതോടെ തീയിൽ ചാടാൻ ഞങ്ങളില്ലെന്നും പറഞ്ഞ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗാൻ ഓടി. ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യനായവർ വേണം മധ്യസ്ഥതയ്ക്ക് നിൽക്കാൻ. ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ ഉയർത്തിയത് ഒരേ ഒരു പേര്, ഇന്ത്യ. തങ്ങളുടെ ക്ഷമയ്ക്ക് അതിരുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യ യുദ്ധക്കളത്തിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ്. 12ഓളം ഇറാനിയൻ ഡ്രോണുകളെയാണ് സൗദി വെടിവെച്ചിട്ടത്. ഇനി വിട്ടുവീഴ്ചയില്ല, തിരിച്ചടി ഉറപ്പ് എന്നാണ് റിയാദിൽ നിന്നുള്ള മുന്നറിയിപ്പ്. UAE ആകട്ടെ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ഇറാന്റെ ഭീകര ശൃംഖലയെ പിടികൂടി തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നത്. UAE, സൗദി, കുവൈറ്റ് ഭരണാധികാരികളുമായി മോദി നടത്തിയ ചർച്ചകൾ സമാധാനത്തിനായുള്ള അവസാന ശ്രമമാണ്. ഇറാൻ അമേരിക്കൻ സംഘർഷത്തിലും ഇന്ത്യക്ക് മധ്യസ്ഥനാകാൻ കഴിയുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. മോദിക്ക് മാത്രമാണ് ഇറാന്റെയും ട്രംപിന്റെയും ഇടയിൽ ഒരു പാലമാകാൻ കഴിയുക. പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം സഖ്യകക്ഷികൾ ഓരോന്നായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഹിസ്ബുള്ളയും ഹൂതികളും ഇറാഖിലെ സായുധ സംഘങ്ങളും ഇറാനു വേണ്ടി അണിനിരക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും പുതിയ സൈനിക മുന്നണി തുറക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും ഇറാനിയൻ കപ്പലുകളും നേർക്കുനേർ വരുന്നത് മഹാവിനാശത്തിന്റെ ലക്ഷണം തന്നെ. ഡ്രോൺ ആക്രമണങ്ങളിൽ എണ്ണ നിലയങ്ങൾ തകർന്നതോടെ കുവൈറ്റ് കടുത്ത ജാഗ്രതയിലാണ്. ദുബായ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം UAEയെയും പ്രകോപിതരാക്കി. തങ്ങളുടെ മണ്ണ് ആർക്കും വിട്ടുനൽകില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കുമ്പോഴും ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ സൈനികമായ ഒരുക്കങ്ങൾ ഈ രാജ്യങ്ങൾ രഹസ്യമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് മോദി സർക്കാരിന്റെ പ്രധാന ആശങ്ക. യുദ്ധം പടർന്നാൽ പ്രവാസികളെ ഒഴിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകും. ഇത് മുൻകൂട്ടി കണ്ടാണ് മോദി നേരിട്ട് നയതന്ത്ര ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മോദിയുടെ വാക്കിന് ഇറാൻ വില കൽപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം 3ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണ വിപണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഖത്തറിലെ റാസ് ലഫാൻ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണം വാതക വിതരണത്തെയും ബാധിച്ചു. ഇന്ധനവില കുതിച്ചുയരുന്നത് ലോകമെമ്പാടും പട്ടിണിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ മോദിയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയിച്ചേ മതിയാകൂ. ഇറാനൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ച ഹൂതികൾ ഇതുവരെ വലിയ നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഏതു നിമിഷവും തടയാൻ അവർക്ക് സാധിക്കും. ഇത് ആഗോള വ്യാപാരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കുകയും ചെയ്യും. ട്രംപിന്റെ സൈനിക സഹായം കാത്തുനിൽക്കുന്ന കുർദിഷ് ഗ്രൂപ്പുകൾ കൂടി രംഗത്തിറങ്ങിയാൽ ഇറാൻ അക്ഷരാർത്ഥത്തിൽ കത്തിയമരും. ഈ മഹാവിപത്തിൽ പങ്കാളികളാകാൻ തങ്ങളില്ലെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയും യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇറാൻ ആക്രമണം തുടർന്നാൽ ഈ രാജ്യങ്ങൾക്കും നിസ്സംഗത പാലിക്കാനൊന്നും കഴിയില്ല. ലോകം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു തീപ്പൊരി മാത്രമാണ്. നരേന്ദ്രമോദിയുടെ മധ്യസ്ഥത പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഈ തീ ആഗോളതലത്തിൽ കത്തിപ്പടരും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രത്യാക്രമണം ഇറാന്റെ ഭൂപടം തന്നെ ഒരുപക്ഷെ മാറ്റിവരച്ചേക്കാം. അത് ലോകത്തെ നയിക്കുന്നത് തിരിച്ചുവരവില്ലാത്ത 3ാം ലോക മഹായുദ്ധത്തിലേക്കായിരിക്കും. എത്രയും പെട്ടെന്ന് നയതന്ത്ര ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ തിടുക്കം കൂട്ടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. കാരണം ഗൾഫിലെ ഓരോ കേന്ദ്രങ്ങളായി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ മുന്നറിയിപ്പ് UAEയിലെ റാസൽ ഖൈമ മേഖലയെ ലക്ഷ്യമാക്കിയ ആസന്നമായ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ശക്തമാകുന്നതിനിടെയാണ്
IRGC ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. സമീപഭാവിയിൽ ഈ പ്രദേശം ഒരു സുപ്രധാന ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അവിടെ താമസിക്കുന്നവർ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും സംഘടന ആവശ്യപ്പെട്ടത് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാൻ നിയന്ത്രിത ദ്വീപുകളുമായി ബന്ധപ്പെട്ട സൈനികമോ തന്ത്രപരമോ ആയ പ്രവർത്തനങ്ങളിൽ റാസൽ ഖൈമ ഉപയോഗിക്കപ്പെടുന്നതായി ആരോപിച്ചുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ എമിറാത്തി അധികാരികൾ അപകടകരമായ ഒരു പാത പിന്തുടരുകയാണെന്നും ഏതെങ്കിലും ആക്രമണപരമായ സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും അവർക്കായിരിക്കുമെന്നും IRGC വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പിനൊപ്പം പ്രസിദ്ധീകരിച്ച ഒഴിപ്പിക്കൽ ഭൂപടം സ്ഥിതിഗതികളുടെ ഗൗരവം കൂടുതൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അടയാളപ്പെടുത്തിയ മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രദേശം വിട്ടുപോകണമെന്ന് നിർദ്ദേശിച്ചതോടെ ഇതൊരു സാധാരണ ഭീഷണി മാത്രമല്ല, സാധ്യതയുള്ള സൈനിക നടപടിയുടെ മുൻ സൂചനയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു. ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഭീഷണി വ്യാപിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള സമാനമായ ഭീഷണികൾ ഇതിനകം ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് UAEയിലെ അൽഹോസൻ ഗ്യാസ് ഫീൽഡ് പോലുള്ള പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ ഭീഷണിയുടെ പരിധിയിൽ വരുന്നത്. ആഗോള ഊർജ്ജ വിപണിയെയും ആശങ്കയിലാഴ്ത്തുന്ന ഘടകമാണ് ഇത്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ എണ്ണവിലയിൽ വലിയ ചലനങ്ങളും ആഗോള സാമ്പത്തിക മേഖലയിലും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാമെന്ന ആശങ്ക ഉയരുന്നു. ഇതോടൊപ്പം തന്നെ ദുബായിലെ അന്താരാഷ്ട്ര ധനകാര്യ കേന്ദ്രങ്ങളിലും അസ്വസ്ഥത പ്രകടമായി തുടങ്ങി. ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ഓഫീസുകൾ താൽക്കാലികമായി അടയ്ക്കുകയോ ജീവനക്കാരോട് സ്ഥലം വിടാൻ നിർദ്ദേശിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സിറ്റി ഗ്രൂപ്പ്, ഡെലോയിറ്റ്, PwC തുടങ്ങിയ ആഗോള സാമ്പത്തിക കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ പോലും ഈ സാഹചര്യത്തിൽ പ്രവർത്തനം കുറച്ചത് ഭീഷണിയുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. ജോലിസ്ഥലങ്ങൾ ശാന്തമായി ഒഴിപ്പിക്കുന്നതും ജീവനക്കാരെ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നതും പ്രദേശത്തെ ആശങ്കയുടെ നില വ്യക്തമാക്കുന്നു. ഇറാന്റെ കേന്ദ്ര കമാൻഡായ ഖദം അൽ-അൻബിയ പുറപ്പെടുവിപ്പിച്ച പ്രസ്താവനയും ഈ സംഘർഷത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളെയും ബാങ്കുകളെയും ലക്ഷ്യമിടാൻ തങ്ങൾക്ക് സ്വതന്ത്ര നിയന്ത്രണം നൽകിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെട്ടത്. ഇത് യുദ്ധത്തിന്റെ സ്വഭാവം സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങാതെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഹോട്ടലുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവയും ഇപ്പോൾ ലക്ഷ്യപട്ടികയിൽ ഉൾപ്പെടുന്നു എന്നത് സാധാരണക്കാരുടെ സുരക്ഷയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഘടകമാണ്. ഈ സംഘർഷാവസ്ഥയിൽ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. ബാങ്കുകൾക്കും വ്യാപാര കേന്ദ്രങ്ങൾക്കും സമീപം പോലും നിൽക്കരുതെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ ദിനസാധാരണ ജീവിതം തന്നെ ബാധിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സുരക്ഷാ ആശങ്കകൾ മൂലം ആളുകൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരാകുകയും സാമൂഹിക സാമ്പത്തിക ജീവിതം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങാതെ സാമ്പത്തിക കേന്ദ്രങ്ങളെയും സാധാരണ ജനജീവിതത്തെയും ബാധിക്കുന്ന സംഘർഷമായി മാറുകയാണ്. ഈ അവസ്ഥ എത്രത്തോളം വഷളാകുമെന്ന് വ്യക്തമല്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലും നയതന്ത്ര ശ്രമങ്ങളും അത്യാവശ്യമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.